ഞാനിപ്പം ആലോചിക്കുന്നത് ഇത്തരത്തിലുള്ള എഞ്ചിനീയർമാരാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ ഈ ദേശീയപാതയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാര്യം ഒരു വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥലം അതിൻ്റെ മുകളിൽ ഒരു പാലം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ മണ്ണിട്ട് പൊക്കി ഒരു റോഡ് നിർമ്മിക്കുന്ന സമയത്ത് സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ റോഡ് നിർമ്മാണത്തിലേക്ക് പോകുക. ഇവിടെ നിന്ന് അടുത്ത് കാണുമ്പോഴാണ് ദിവിഷ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പേടി തോന്നുന്നത്. കാര്യം പല സ്ഥലങ്ങളിലും ഈ വലിയ കോൺക്രീറ്റ് തൂണുകൾ ഇങ്ങനെ ഈ പാളുകൾ ഇങ്ങനെ അടർന്നിരിക്കുകയാണ്. ഏത് നിമിഷവും അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഏറെയാണ്. റോഡിൻ്റെ ഭാഗത്തേക്കല്ല ഈ ഭിത്തി ഈ കോൺക്രീറ്റ് തൂണുകൾ, അതായത് ആ വലിയ ഭിത്തി ചരിച്ചത് മറുഭാഗത്തേക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ആ 3 കാറുകളുടെയും ഒരു സ്കൂൾ ബസ്സിൻ്റെയും മുകളിലേക്ക് ഈ വലിയ പാളുകൾ വീഴാതെ പോയത്. വലിയൊരു അപകടം ഉണ്ടാവേണ്ടതാണ്. 3:55 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് സ്കൂൾ കുട്ടികളടക്കമുള്ള ആൾക്കാർ അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വാഹനം കടന്നു പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നേരത്തെ ഒഴുകി വരുന്ന വെള്ളമെല്ലാം തന്നെ അതിൻ്റെ സംരക്ഷണ ഭിത്തി, അതായത് ഈ റോഡിൻ്റെ വലിയ കോൺക്രീറ്റ് പാളികളുടെ അടിയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നതാണ്. ഇത്രത്തോളം ഇത്രയും വെള്ളം ഈ ഭൂമിക്ക് അടിയിലുള്ളതാണ്. ആ വെള്ളമുണ്ട് എന്ന് നേരത്തെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ, മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണല്ലോ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവരൊന്നും യാതൊരു വിലയും കൊടുക്കാതെ, മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു, അപ്രോച്ച് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ഈ വാഹനങ്ങളിലൊക്കെ വന്ന ആൾക്കാർ ഏത് വിധേനയോ ഓടി രക്ഷപ്പെട്ടാണ്. ആ സ്കൂൾ ബസ്സിൽ 30-ലധികം കുട്ടികളുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ആ നേരത്തെ സംസാരിച്ച ഡ്രൈവർ ഷാജിയും അതുപോലെ തന്നെ ആയയും അടക്കമുള്ള ആൾക്കാർ എടുത്ത് പുറത്ത് ആ സൈഡിലേക്ക് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയി പോകുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് സഞ്ചരിക്കേണ്ട പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിലവിൽ ആ റോഡ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. കാര്യം ഈ റോഡിൻ്റെ അടിഭാഗത്ത് മണ്ണിൽ വലിയ രീതിയിലുള്ള ഈർപ്പമുണ്ട്, വെള്ളത്തിൻ്റെ അംശമുണ്ട്. സ്വാഭാവികമായും വലിയ പ്രശ്നമുണ്ടായാൽ ആ മണ്ണ് പൂർണ്ണമായും ഇളകി മാറുകയും അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കാം ഈ ഉദ്യോഗസ്ഥർ, നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വെള്ളം ഒഴുകി ആ പാടത്ത് നിന്ന്, അതായത് വയലിൽ നിന്നുള്ള വെള്ളം ഒഴുകി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 വശത്തും വയലുകളാണ്. ആ 2 വശത്തു നിന്നും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള ഒരു സുരക്ഷയും പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. നേരത്തെ മലപ്പുറത്ത് കണ്ടതിനേക്കാൾ ഏറ്റവും മോശമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ആ സ്ഥലത്ത് അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായൊരു ജലപാത ഉണ്ടായിരുന്നിരിക്കണം, ഒരു തോടെങ്കിലും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നിർമ്മാണം നടക്കുന്ന സമയത്ത് കൃത്യമായ ഒരു പൈപ്പ് എങ്കിലും വിട്ട് ആ വെള്ളത്തിൻ്റെ പാസേജ് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് മറച്ചുകൊണ്ട് പണിയുമ്പോൾ അവിടുത്തെ നാട്ടുകാരുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആളുകളൊക്കെ കണ്ടല്ലോ. MLA പറയുന്നു വേണ്ടത്ര ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻ ഉണ്ടായില്ല എങ്കിൽ ഇടപെടേണ്ട ഒരാൾ കൂടിയാണല്ലോ, അദ്ദേഹത്തിനും അതിൻ്റെ ചുമതലയുണ്ടല്ലോ. ഇവരൊക്കെ പിന്നെ എന്ത് നോക്കിയൊക്കെയായിരുന്നു? അത് തന്നെയാണ് ദിവിഷ് ചോദ്യം. നമുക്ക് ദിവിഷ് ആദ്യം പറഞ്ഞതിനകത്ത് കാര്യങ്ങളിൽ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഷാനാസ്. അതായത് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകി പോകുന്ന ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ മുതൽ ഇവിടെ ഒരു ഓടയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ജലം ഒഴുകി പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. ആ സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഓട നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് പോയ ഒരു ദേശീയപാത നിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് മേൽനോട്ടമാണ് ഇവരൊക്കെ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. ജനപ്രതിനിധികളായാലും MP ആയാലും, NK പ്രേമചന്ദ്രൻ MP ആയാലും അതുപോലെ തന്നെ മറ്റ് MLA അടക്കമുള്ള ആൾക്കാരായാലും ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ പാർലമെന്റിലേക്ക്, നിയമസഭയിലേക്കൊക്കെ തന്നെ വിടുന്നത്. പക്ഷേ അവസാനം ഞങ്ങളെ പോലും വിളിക്കില്ല, ഒരു മീറ്റിങ്ങിന്, ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കില്ല, പരാതി പറയുമ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുമെന്നൊക്കെ തന്നെ പറയുന്നത് ബാലിശമാണ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ആ സ്ഥലത്തു കൂടിയാണ്, അതിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഒരു സുരക്ഷയുമില്ലാതെ റോഡ് നിർമ്മിച്ചത്. മാത്രമല്ല അവിടെ അടിയിലൊരു ചെറിയ ഓട മാത്രം നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നിലവിൽ തന്നെയായാലും ഈ വലിയ രീതിയിലുള്ളൊരു അപകടമാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും ആ കാണുന്ന പ്രദേശത്ത് നിന്ന് ആ കോൺക്രീറ്റ് പാളുകൾ തകർന്ന് വീഴാൻ സാധ്യത തന്നെയാണ് ഉള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ തകർന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പൂർണ്ണമായും വഴിതിരിച്ചു വിടുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ നേരെ തീരദേശ പാത വഴി കടന്നു പോകണം. അല്ലാത്ത ആൾക്കാർ
മണിയണ്ണൂർ ഭാഗത്തുകൂടി കടന്ന് തിരിച്ച് കൊല്ലം ഭാഗത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വലിയ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ വാഹനങ്ങൾ എടുത്തു മാറുന്ന ഈ റോഡിൻ്റെ അപകടാവസ്ഥ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇനി വീണമെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് സമീപത്തൊക്കെ തന്നെ മണ്ണിൽ വിള്ളൽ വീണ് ഇരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും തൊട്ട് സമീപത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ സമീപത്ത് പോലും വിള്ളൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്തുതന്നെയായാലും ഈ നിർമ്മാണത്തിലെ അപാകത തന്നെയാണ്, അല്ലെങ്കിൽ പരിശോധിക്കാതെ നടത്തിയ നിർമ്മാണ പ്രക്രിയകൾ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടത്തിന് കാരണമായത്.